ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അങ്ങനെ ഇതാ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു തേങ്ങാച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 വിസിലൊക്കെ ഇട്ടപ്പോൾ നോക്കുമ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ബീഫിൽ കുറച്ച് മിനുക്ക് പണികളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചതച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് ഒന്ന് കുക്കായി വരട്ടോ. അങ്ങനെ നമ്മുടെ വലിയുള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതേപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ ഒരു കുറുകിയ ചാറോട് കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് ചെറുതായി വറ്റിച്ചെടുക്കുക. പിന്നീട് അതിലേക്ക് ഇതേപോലെ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ തേങ്ങാച്ചോറ് ഉണ്ടാക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി, ഗ്രാമ്പു, പട്ട, ഏലക്കായ, വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഞാൻ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ 4 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇപ്പോൾ 2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചുള്ളൂ. ഇനി 2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞ കളറുള്ള തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള 2 കപ്പ് തേങ്ങാപ്പാലൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. നമ്മൾ തേങ്ങ ചെറുവിടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ്. അങ്ങനെ ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം വറ്റി വരുമ്പോഴേക്കും ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങാച്ചോറിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാലഡ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുക്കുംബറും തൈരും വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വലിയുള്ളിയും ക്യാരറ്റും ബീട്രൂട്ടും പച്ചമുളകും വെച്ചിട്ടാണ് കേട്ടോ. അത് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കളർഫുള്ളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റും ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും പപ്പടവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ പപ്പടം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു തേങ്ങാച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.